പരിശുദ്ധ ബാവാ തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, നേരിട്ടും ഓൺലൈനായിട്ടും വീക്ഷിച്ച് പങ്കെടുക്കുന്ന വന്യ കോറപ്പിസ്കോപ്പന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമ്മാശന്മാരെ, പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആധുനിക ചരിത്രത്തിൽ സഭയുടെ പരമാധ്യക്ഷന്മാരായ പരിശുദ്ധ കാതോലിക്ക ബാവാമാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ പരിശുദ്ധ മൂറോൻ കൂദാശ നടത്തപ്പെടുന്നു. അങ്ങനെ മലങ്കരയിലെ കാതോലിക്കാമാർ നടത്തുന്ന 9ാമത്തെ മൂറോൻ കൂദാശയാണ് ഇന്നത്തേത്. മലങ്കരയിൽ നടത്തുന്ന 11ാമത്തേത് എന്ന് പറയുമ്പോൾ അത് പാത്രിക്കീസ് ബാബാമാർ നടത്തിയത് ഉൾപ്പെടെയാണ്. മലങ്കരയുടെ കാതോലിക്കാമാർ നടത്തുന്ന 9ാമത്തെ മൂറോൻ കൂദാശ. ഈ 9ാമത്തെ മൂറോൻ കൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സഭയുടെ 9ാമത്തെ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവായാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ബാഹ്യവും ആന്തരികവുമായ സുദീർഘമായ തയ്യാറെടുപ്പോടെ അതിവിശുദ്ധമായി നടത്തപ്പെടുന്ന ഈ കൂദാശ സഭയ്ക്ക് മുഴുവനും, സഭയുടെ ജീവിതത്തിനും സാക്ഷ്യത്തിനും ദൈവം നമ്പുരാൻ പ്രത്യേകമായ ഒരു അനുഗ്രഹം നൽകുന്ന അവസരമായി, അതിലും കൂടെ പ്രപഞ്ചത്തിന് മുഴുവനും ആത്മസുഗന്ധത്തിൻ്റെയും ഹർഷോന്മാദത്തിൻ്റെയും ആഘോഷമായിട്ട് ഇതിനെ എടുക്കുവാൻ കഴിയണം. പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അസമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും അവിശുദ്ധ കാറ്റ് വീശുമ്പോഴും മനുഷ്യ മനസ്സുകളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ച് ഒരു മൂറോൻ സുഗന്ധ ശാന്തി വ്യാപിക്കുവാൻ ഇന്നിവിടെ ഉള്ളൊരുകി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ മൂറോൻ കൂദാശയുടെ ആരാധനാ ഭാഗങ്ങളിൽ പഴയ നിയമഗ്രന്ഥമായ ഉത്തമഗീതത്തിൽ നിന്ന് പല ഭാഗങ്ങളും ചേർത്ത് വച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഉത്തമഗീതം എന്ന് പറയുന്ന പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. സഭയാകുന്ന മണവാട്ടിയും ആ മണവാട്ടിയിലൂടെ സഭാംഗങ്ങൾക്കും മശിഹ തമ്പുരാനാകുന്ന മണവാളനോടുള്ള വിശുദ്ധവും പരസ്പര ത്യാഗനിർഭരവുമായ സ്നേഹത്തിൻ്റെ സുഗന്ധമാണ് വിശുദ്ധ മൂറോൻ. ഈ ദർശനം ഇന്ന് നമുക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു വേദഭാഗത്തേക്ക്, ഉത്തമഗീതത്തിൽ നിന്നുള്ള ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉത്തമഗീതം 4-ാം അധ്യായം 6-ാം വാക്യം, 16-ാം വാക്യം. ഉത്തമഗീതം 4-ാം അധ്യായം 16-ാം വാക്യം. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 4 വേഴ്സ് 16. വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിന്മേൽ ഊതുക, അതിൽ നിന്ന് സുഗന്ധം വീശട്ടെ. എൻ്റെ നാഥൻ അവൻ്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: Awake, O north wind, and come, O south wind, blow through my garden, and let my spices flow out. Let my beloved come to his garden and eat of its fruits. മശിഹ തമ്പുരാനാകുന്ന മണവാളൻ സഭയുടെ സ്വപ്ന സാക്ഷാത്കാരമായി തോട്ടത്തിലേക്ക് എഴുന്നള്ളുന്നു. ആ തോട്ടം സഭയുടെ ചരിത്രത്തിലെ സർവ്വ വ്യവഹാരങ്ങളുടെയും മണ്ഡലം ആണ്. അവിടേക്ക് എഴുന്നള്ളുന്ന മണവാളൻ മണവാട്ടി ഒരുക്കി വച്ചിരിക്കുന്ന സുഗന്ധം ആസ്വദിച്ച് അതിൽ സംതൃപ്തനായി അടുത്ത ഒരു പടിയിലേക്ക് കടക്കുന്നു. അവൻ തോട്ടത്തിൽ നിന്ന് അതിലെ വിശിഷ്ടഫലം ഭുജിക്കുന്നു. പരിശുദ്ധ മൂറോൻ കൂദാശയുടെ
ആന്തരിക അർത്ഥതലങ്ങളിലേക്ക് ആനയിക്കുന്നതാണ് ഈ വചനം എന്ന് പിതാക്കന്മാർ ദർശിച്ചിട്ടുള്ളതാണ്. സഭയാകുന്ന മണവാട്ടി മശിഹാ തമ്പുരാനാകുന്ന മണവാളനു വേണ്ടി തന്നെ അലങ്കാര വിഭൂഷിതയായി ഒരുക്കി ഇരിക്കുമ്പോൾ ചരിത്രത്തിനുള്ളിലെ അവളുടെ സർവ പ്രവർത്തനങ്ങളുടെയും മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധമാരുതൻ വീശുവാൻ ആഹ്വാനം ചെയ്യുന്നു. മണവാളനെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ തോട്ടത്തിലെ വിശിഷ്ടഫലം ഭുജിക്കുന്നതും അതിമനോഹരമായ ഒരാത്മീയ പ്രേമ കാവ്യമായിട്ട് ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ ധ്യാനഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് മണവാട്ടിയായ സഭ സ്വാഗതം ചെയ്യുന്നത് സുഗന്ധവാഹിയായ ഒരു കാറ്റിനെ വിളിച്ചുകൊണ്ടാണ്. നമ്മുടെ ഇന്നത്തെ ആരാധനയിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും, മൂറോൻ്റെ സുഗന്ധവാഹിയായ കാറ്റ് ഈ പ്രപഞ്ചത്തെ മുഴുവനും നമ്മെ മുഴുവനും ആനന്ദിപ്പിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനുമുള്ള ആഹ്വാനങ്ങളാണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുഗന്ധവാഹിയായ കാറ്റിനെ നമുക്കൊന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, പരിശുദ്ധ സഭ തൻ്റെ തോട്ടത്തിൽ വീശുവാൻ വിളിക്കുന്ന ഈ കാറ്റ് പരിശുദ്ധ റൂഹായെ ആവാഹിച്ച പരിശുദ്ധ മൂറോനാണെന്ന് അടിസ്ഥാനപരമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് വരാം. മൂറോൻ എന്ന പദത്തിന് വിശിഷ്ട സുഗന്ധതൈലം എന്നാണ് അർത്ഥം. കാറ്റ് എന്നതിന് സെമിറ്റിക് മൂലപദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റൂഹ എന്നുമാണ്. ആത്മീയ സുഗന്ധം നൽകുന്ന പരിശുദ്ധ റൂഹായുടെ കൗദാശിക സാന്നിധ്യമായി വിശുദ്ധ മൂറോനെ അങ്ങനെയാണ് സഭാ പാരമ്പര്യത്തിൽ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിക്കുന്ന പദമാണ് മൂര് എന്നത്. പ്രത്യേകതരം സസ്യങ്ങളുടെ കറയിൽ നിന്നുള്ള ഒരു കൂട്ട് ആയിരുന്നു മൂര്. മൂരിന് പല വിധത്തിലുള്ളതായ പ്രത്യേകതകൾ ഉണ്ട് എങ്കിലും ഏറ്റവും പ്രധാനം സൗരഭ്യവും സൗഖ്യദായകത്വവും അതിനുണ്ട് എന്നുള്ളതാണ്. ദൈവകൽപ്പന പ്രകാരം മോശ അഭിഷേകതൈലം തയ്യാറാക്കിയതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കിയ അഭിഷേക തൈലം കൊണ്ടാണ് സമാഗമന കൂടാരം ശുദ്ധീകരിക്കപ്പെടുന്നത്, അതിലെ ഉപകരണങ്ങളെല്ലാം അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നത്. പഴയതിനെ നീക്കുവാനല്ല, നിവർത്തിപ്പാനാണല്ലോ യേശു തമ്പുരാൻ വന്നത്. പുതിയ നിയമത്തിൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിന് സമർപ്പിച്ച 3 സമ്മാനങ്ങളിൽ ഒന്ന് സുഗന്ധവസ്തുവായ മൂര് ആയിരുന്നു. ആദിമ ക്രൈസ്തവ സഭയുടെ അനുഷ്ഠാന ജീവിതത്തിൻ്റെ ആരംഭമായി വിശുദ്ധ മാമോദീസായിൽ മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയും വിശുദ്ധ ആത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമായിട്ട് മൂര് ചേർന്ന വിശുദ്ധ മൂറോൻ ഉപയോഗിക്കുവാൻ തുടങ്ങി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ക്രിസ്ത്യാനികൾ പ്രാപിച്ചിരുന്ന അഭിഷേകത്തെ പറ്റി സൂചനയുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ പിതാവായിരുന്ന അന്ത്യോക്യയിലെ തെയോഫീലോസ് എഴുതിയ വിശ്വാസ സമർത്ഥനം അപ്പോളജി, അതിൻ്റെ 1-ാം പുസ്തകത്തിൽ ക്രിസ്ത്യാനി എന്ന പദം തന്നെ വിശുദ്ധ തൈലത്താൽ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു. ഇതിൻ്റെ അനുഷ്ഠാനപരമായ വളർച്ചയുടെ ഭാഗമാണ് അപ്പോസ്തോലിക സഭകളിൽ മാമോദീസായിക്കും ദേവാലയങ്ങളുടെയും തബലീത്താകളുടെയും കൂദാശയ്ക്കും മൂറോൻ എന്ന അഭിഷേക തൈലം ഉപയോഗിക്കുന്നത്. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ മലങ്കരയിൽ മൂറോൻ കൂദാശ നടത്തിയത് കൊണ്ട് മലങ്കരയുടെ ചരിത്രഗതിയിൽ ഒരു വലിയ മാറ്റം വന്നത് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുവരെ മൂറോൻ വിദേശത്ത് നിന്ന് വരുന്ന മെത്രാച്ചന്മാർ കൊണ്ടുവന്ന് ഇവിടെ അല്പമായി നൽകി അതിനെ ഒത്തിരി കാലം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് തികച്ചും അപര്യാപ്തമായിരുന്നു. അതുമൂലം നമുക്ക് സഭയായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകി ദേവാലയങ്ങൾ സ്ഥാപിച്ച് തബലയിത്താകൾ കൂദാശം ചെയ്ത് വളരുവാനുള്ള സാഹചര്യം ഒത്തിരി പരിമിതപ്പെട്ടിരുന്നു.
ഇതിൻ്റെ ഒരു വിശദീകരണം പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവഗ്രന്ഥത്തിൽ പരിമല സമിതി എന്നതിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു. എന്നാൽ കുറെ കാലമായി പല പള്ളികളിലും മൂറോൻ തീർന്നുപോയിരുന്നു. ഒരു തുള്ളിയുടെ അംശം പോലും ഈർക്കിലിൽ മുക്കി തൊടുവിക്കുവാനില്ല എന്നായപ്പോൾ ചിലയിടത്തൊക്കെ മൂറോൻ പെരുപ്പിക്കലും പൂഴ്ത്തിവെപ്പ് കച്ചവടങ്ങളും ഒക്കെ നടന്നു. ഇതിൽ നിന്നുള്ളതായ വലിയൊരു മാറ്റം, ഈ സഭ സ്വതന്ത്രമാണ്. ഈ സഭയുടെ സഭാനാഥൻ, സഭയുടെ പ്രധാന പിതാവ് മൂറോൻ കൂദാശ ചെയ്ത് ഈ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന സ്വയം പര്യാപ്തമായിരിക്കുന്ന അനുഷ്ഠാന സൗകര്യം ക്രമീകരിക്കുവാൻ ഉടവായതോടുകൂടെയാണ് മലങ്കര സഭ അതിൻ്റെ ആധുനിക ചരിത്രത്തിൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ചത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. വിശുദ്ധ മൂറോൻ കൂദാശയുടെ സുഗന്ധമാരുതൻ ഇന്ന് നമ്മുടെ ആത്മാക്കളെ ഉണർത്തേണ്ടത് അതിൻ്റെ ചരിത്ര വഴികളേക്കാൾ അതിൻ്റെ വേദപുസ്തകപരമായ വഴികളിലാണ്. പരിശുദ്ധ ബാവാ തിരുമേനി ഇപ്പോൾ വായിച്ചതായ സുവിശേഷ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, പുതിയ നിയമത്തിൽ വിശുദ്ധ സുവിശേഷങ്ങളിൽ എവിടെയെല്ലാം കർത്താവിനെ അഭിഷേക തൈലം, സുഗന്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതിൻ്റെ വിവരണങ്ങളുണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളതായ ഏവെങ്കിലും വായനയാണ് നമ്മൾ കേട്ടത്. ബഥാന്യയിലെ ലാസറിൻ്റെ സഹോദരിയായ മറിയ കർത്താവിൻ്റെ കാലിൽ പൂശിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം തൻ്റെ സഹോദരനെ ജീവിപ്പിച്ചു നൽകിയ യേശുവിനോടുള്ള നന്ദിയുടെയും സ്നേഹവായ്പിൻ്റെയും സുഗന്ധം പരത്തുന്നു. ബഥാന്യയിൽ തന്നെ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ തലയിൽ തൂകിയ വിലയേറിയ തൈലം ഒരാത്മഹർഷത്തിൻ്റെ സുഗന്ധം വീശുന്നു. പരീശന്മാരിൽ ഒരാളുടെ ഭവനത്തിൽ യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ തൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരിൽ ചാലിച്ച് യേശുവിൻ്റെ കാലിൽ പൂശിയ പരിമള തൈലം മാനസാന്തരത്തിൻ്റെ സുഗന്ധം പരത്തുന്നു. യൗസേപ്പും നിക്കോദീമോസും കൂടി യേശുവിൻ്റെ സംസ്കാരത്തിനായി ഉപയോഗിച്ച 100 റാത്തൽ 100 മകിലും ചേർത്ത സുഗന്ധക്കൂട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്നത് നിർമ്മല സമർപ്പണത്തിൻ്റെ സൗരഭ്യം പരത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ വിവിധ രീതിയിലുള്ള സമർപ്പണത്തിൻ്റെ, ദൈവത്തോടുള്ള പ്രതികരണത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ് വിശുദ്ധ മൂറോൻ കൂദാശയുടെ ഈ അഭിഷേകത്തിൽ നാം കാണുന്നത്. ഇന്നിവിടെ നമുക്ക് വിശുദ്ധ മൂറോൻ്റെ സൗരഭ്യം വിതറുന്ന വചനബീജികളാണ് നമ്മൾ ആദിയോടന്തം കേട്ടത്. ഇനിയും ആ സുഗന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതൊന്നും ചിന്തിക്കുവാൻ ചുമതലയുണ്ട്. അതാണ് സഭയുടെ ആരാമത്തിലെ വിശിഷ്ട ഫലം. ആത്മാവിൻ്റെ സുഗന്ധത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ തലത്തിലേക്കുള്ള പ്രവേശനോത്സവമായിരിക്കണം ഓരോ മൂറോൻ കൂദാശയും. ഓരോ മൂറോൻ കൂദാശയിലും തമ്പുരാൻ എഴുന്നള്ളുന്നത് സുഗന്ധവാസന മാത്രം അന്വേഷിച്ചല്ല, തോട്ടത്തിലെ വിശിഷ്ടഫലം ഭുജിക്കുവാനാണ് എന്ന് ഓർമ്മിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. തോട്ടത്തിലെ വിശിഷ്ടഫലം അതാണ് ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം എന്തെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിനെ ഭുജിക്കുവാനായിട്ടാണ് തമ്പുരാൻ ഇന്ന് മൂറോൻ കൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മളിലൊക്കെ സഭയായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, രാജ്യങ്ങളായിട്ട് ഇതെത്രമാത്രമുണ്ട് എന്നുള്ളൊരു സ്വയപരിശോധനയ്ക്കുള്ള അവസരമാണിത്. ലോകം മുഴുവൻ സുഖം പകരുവാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന് കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പാടിയത് ഒരുപക്ഷെ നാം ഓർക്കുന്നുണ്ടായിരിക്കും. ലോകം മുഴുവൻ വ്യക്തികളായും കുടുംബങ്ങളായും മതവർഗ സമൂഹങ്ങളായും സഭകളായും ഭിന്നതകളുടെ കടുത്ത പ്രതിസന്ധികളുടെ നിമിഷങ്ങളിലാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ ഈ തോട്ടത്തിലെ ഫലം ഈ തോട്ടത്തിൻ്റെ നാഥിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നും ഈ തോട്ടത്തെ വീതം വയ്ക്കുവാനായിട്ടുള്ള അവസരമല്ല എന്നും ചിന്തിക്കുവാൻ കഴിയുമ്പോൾ മതപരവും ഓരോ പ്രദേശത്തുമുള്ളതും സഭാപരവുമായ പല പ്രശ്നങ്ങളെയും
നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടിൽ കാണുവാനായിട്ട് കഴിയണം. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മൂറോൻ കൂദാശയിൽ കൂടി ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഉണ്ടാകട്ടെ. മലയാളത്തിൽ വായിച്ച ഒരു കൊച്ചു കഥയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഒരു കുടുംബക്ഷേത്രത്തിലെ പൂജാരി ആ കുടുംബത്തിലെ ഇളമുറക്കാരിയുമായിട്ടൊരു സംഭാഷണം നടത്തുന്നു. ഇളമുറക്കാരി അപ്പോൾ അല്പം അഹങ്കാരമുള്ളവളാണ്. അവൾ പൂജാരിയോട് പറയുന്നത്, സൂക്ഷിച്ചോ, ഈ ക്ഷേത്രം എൻ്റെ കുടുംബത്തിൻ്റെയാണ് എന്ന്. അപ്പോൾ പൂജാരി വളരെ സൗമ്യനായിട്ട് ഒരു വാക്ക് പറയുന്നു, മോളെ, ക്ഷേത്രം തറവാട് വകയാണെങ്കിലും തറവാട് ദേവരുടേതാണെന്ന് നീ ഓർക്കണം എന്ന്. ഈ തോട്ടം ദൈവത്തിൻ്റെയാണ്, ഈ സഭ ദൈവത്തിൻ്റെയാണ്. അത് എനിക്കും നിങ്ങൾക്കും വീതം വെച്ചെടുക്കുവാൻ, അതിൻ്റെ അവകാശം അത്തരത്തിൽ കൈകാര്യം ചെയ്യുവാൻ, അതിൻ്റെ പുറത്തുള്ളതായ വാശി കാണിക്കുവാൻ ഉള്ളതല്ല. ഈ ഭവനം ലോകത്തിന് മുഴുവൻ തമ്പുരാന് നൽകുവാനുള്ളതാണെന്നുള്ള ഒരു വിനീതമായ ചിന്തയിൽ നമുക്ക് ഈ മൂറോൻ കൂദാശയിലേക്ക് കടന്നു വരാം. ദൈവം തമ്പുരാൻ തൻ്റെ തോട്ടത്തിലെത്തി വിശിഷ്ടഫലം ഭുജിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.